നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനുവിനെ വിറയ്ക്കാൻ തുടങ്ങി. ഉദയഭാനു ശ്രീകലയോട് ചോദിച്ചു, ശ്രീകല നീ ഇത് എന്ത് ഭാവിച്ചാ? ഉദയേട്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്ത് ശ്രീകലെ, നമ്മളെ പിടിച്ചകത്തിടും. നമ്മളല്ലേ ശരിക്കും ഇവിടെ പ്രതികള്, നമ്മളല്ലേ ചതി ചെയ്തേ. ഇത് മിണ്ടരുത് നിങ്ങള്. മോളെ രക്ഷിക്കണ്ടേ? ഇനി അടുത്തവളുടെ കല്യാണം നടക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ അവളുടെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് നമുക്ക് വരുത്തി തീർക്കണം. എല്ലാം നിങ്ങളെ ഒപ്പിച്ചു വെച്ചതാ. എന്നിട്ടിപ്പം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ശ്രീലെ അങ്ങനെ കള്ളപ്പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം നിങ്ങൾ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി. ആ ബാലനെയും ഗോമതിയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച എന്റെ മോള് കരഞ്ഞോണ്ടാ വീട്ടിലേക്ക് വന്നത്. ആന്തിനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്കറിയാം, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാന്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്തു, ഉദയഭാന്റെ കയ്യിലേക്ക് പിടിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നീട് കണ്ണിനകത്തേക്ക് കൈയൊക്കെ കുത്തി കണ്ണീരൊക്കെ വരുത്തി കണ്ണൊക്കെ അങ്ങോട്ട് ചുമപ്പിക്കുകയാണ്. ഇതെന്തിനാ ശ്രീകല്ലേ? ഒരു ഒറിജിനാലിറ്റി വേണ്ടേ? അതിന് വേണ്ടിയിട്ടാ നിങ്ങൾ ഇനി കാണാൻ പോകുന്നുള്ളൂ എന്റെ അഭിനയം. അല്ല, ഇത്രയും കാലം അഭിനയിക്കുമായിരുന്നല്ലോ, അതൊന്നും അല്ല, ഇതാണ് ശരിക്കുള്ള അഭിനയം. ഇങ്ങോട്ട് വാ മനുഷ്യാന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനുവിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് ശ്രീകല അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ എസ് ഐ മാട വരുന്നുണ്ടായിരുന്നേ. അയ്യോ രക്ഷിക്കണം എന്റെ പൊന്നു സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങ് ചെന്നു. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അതെ, ഞങ്ങക്ക് മാഡത്തിനെ കണ്ടൊരു പരാതി ബോധിപ്പിക്കാനുണ്ട്. പരാതി? എന്ത് പരാതി? അത് മാഡത്തിനോട് നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി വിട്ട് പോലീസുകാരൻ എസ് ഐയുടെ മുന്നിലേക്ക് വന്നിട്ട് കാറിക്കരയാണ് അവിടെ ഇരുന്ന് ശ്രീകല. അപ്പോഴേക്കും എസ് ഐ എന്താ നിങ്ങൾ എന്തിനാ കിടന്നിങ്ങനെ അലമുറയിട്ട് കരയുന്നേ? കരയാതെ കാര്യം എന്താ വെച്ചാ പറ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ഒന്നും പറയണ്ടെന്നെ മാഡം, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ആത്മഹത്യ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. ആത്മഹത്യയോ? നിങ്ങൾ എന്തൊക്കെ അസംബന്ധം പറയണേ? നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം പറ. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞോണ്ട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് 2 പെൺമക്കളാ ഉള്ളത്. എന്റെ മൂത്ത മകളെ കെട്ടിച്ചു വിട്ട് അന്ന് തുടങ്ങിയ കഷ്ടകാലം അവളുടെ. കഷ്ടകാലോ? അതെ, ശ്രീധനത്തിന്റെ പേരിലൊക്കെ അവൾക്ക് ആ വീട്ടിൽ എന്നും പീഡനമായിരുന്നു. ഇപ്പോഴാണ്ടേ അവൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു വിട്ടിരിക്കുക. ആര്? അവളുടെ ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് അവളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മോളാണെങ്കിൽ ഇനി ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുക. അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അവളൊക്കെ ആ വീട്ടിലുള്ളവരെല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ്. അടിമയെപ്പോലെ അവൾ ആ വീട്ടിൽ ജോലി ചെയ്തോണ്ടിരുന്നേ. അതും പോരാഞ്ഞിട്ട് അവൾ ആ കടയിലും പോയി ജോലി ചെയ്തോണ്ടിരുന്ന. പിന്നീട് എസ് ഐ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കുകയാണ്, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. അപ്പൊ കള്ളത്തരങ്ങൾ തന്നെയാ സ്ത്രീകളെ പറയണേ. ഉദയഭാനുവിന് പേടിയാവുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇതെല്ലാം തിരിച്ച് ബൂമറാങ് പോലെ തന്റെ തലയിലേക്ക് വരുമോ എന്നൊരു ഭയം. ആനന്ദന്റെ കയ്യിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്, താൻ പണം മോഷ്ടിക്കുന്ന വീഡിയോ. പെട്ടല്ലോ എന്റെ ഭഗവാനെ. ശ്രീകലയാണെ വിട്ടുകൊടുക്കാൻ ഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, മാഡം ഞങ്ങളെ രക്ഷിക്കണം. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവനോടെ ഇരിക്കില്ല. എന്റെ മോൾക്ക് അവളുടെ ഭർത്താവിനെ വേണം. മാഡം എങ്ങനെയെങ്കിലും എന്റെ മോളെ ആ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു വിടണം. അല്ല, നിങ്ങളല്ലേ പറഞ്ഞ അവൾക്ക് അവിടെ പീഡനമാണ്. മാഡം വിളിച്ച് അവരെ ഒന്ന് ഉപദേശിച്ചു വിടണം എന്റെ മോളെ ആ വീട്ടിലേക്ക് വിളിക്കാനായിട്ട്. എന്റെ മോൾക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹമാണ് അവനോട് അവൾക്ക്. അവനില്ലാതെ ഇനി അവൾ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു അമ്മയായി പോയില്ലേ ഞങ്ങള്? അല്ല, ഞാനൊരു അമ്മയായി പോയില്ലേ? പണമില്ലാത്തന്റെ പേരില് ഞങ്ങളോട് ഈ ചതി അവർ ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇച്ചിരി പണത്തിന് കുറവുണ്ട് മാഡം. ശരി, പേരും അഡ്രസ്സും ഒക്കെ പറയാൻ പറഞ്ഞു. ഒരു കംപ്ലൈന്റും കൂടി എഴുതരാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൊടുത്തു. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, നിങ്ങളുടെ മകൾക്ക് ഒരു ആപത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരാതിയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ശ്രീകല ഒന്ന് ചിരിച്ചു. പിന്നീട് ഉദയഭാനുവിനോട് പറഞ്ഞു, ഉദയേട്ടാ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മള് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എടി, ഇത് രക്ഷപ്പെടലാണോ എന്താണെന്നും അറിയത്തില്ല, ഇത് പണിയാവുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. അതേ സമയത്ത് ആര്യനെ വിളിച്ചിട്ട് മിത്ര ഡിവോഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആനന്ദ് എന്ത് ചെയ്തു, ആര്യൻ എന്ത് ചെയ്തു, നേരെ ആനന്ദിനെ കാണാനായിട്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാമേണ്ണും ബാലനും ആകാശവും ഒക്കെ ഉണ്ട്. പിന്നീട് ആനന്ദിനോട് ചോദിക്കുകയാണ് കാര്യങ്ങൾ. എന്താ ആനന്ദേട്ട എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? എടാ ആര്യ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇത്രയും കാലം അവളും അവളുടെ കുടുംബക്കാരും ചെയ്ത നാടകം ഇനി എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതെ, അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതെ
ആ ശ്രീദേവി അടുത്തയുടെ വീട്ടുകാർ ഫ്രോഡാ, പക്ഷെ ശ്രീദേവി വെച്ച് പാവമല്ലേന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, എടാ ആര്യ, നീ സപ്പോർട്ട് ചെയ്യാനൊന്നും പോണ്ട, ന്യായീകരിക്കണ്ടെന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ഞാൻ ആനന്ദേണ്ണെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞല്ല, ശ്രീദേവി എടുത്തിക്ക ആനന്ദേണ്ണ അത്രയ്ക്ക് ഇഷ്ടം, അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒന്നുകൂടെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ പോരെ, ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ? എന്തിനാ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അയ്യ അവന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അവൻ ചെയ്യട്ടെ, ഇനി ഞാനും ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. ബാലനും വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. താനാണ് തൻ്റെ മകന്റെ ജീവൻ നശിപ്പിച്ച്, ഇനിയും താൻ അവനെ ഒരു കുഴിയിലേക്ക് തള്ളിയിടാനായിട്ട് പാടില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ആര്യ, എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സെന്താന്ന്, പക്ഷെ എനിക്ക് എൻ്റെ തീരുമാനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാവുള്ളൂ. കാരണം ഇനിയെങ്കിലും ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നെ ചതിച്ചവരോടൊപ്പം അവളെ എന്ത് വിശ്വസിച്ചിനി ഞാൻ വീട്ടിലേക്ക് കയറ്റും? ഇതിന്റെ അപ്പുറത്തേക്ക് ചതിയല്ലേ അവർ ചെയ്യാനായിട്ട് പോകുന്നേ. നാളെ വീട്ടിൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ആകാശ് പറഞ്ഞു, ഞാൻ എന്താണെങ്കിലും ആനന്ദനോടൊപ്പം നിൽക്കുള്ളെന്ന് പറഞ്ഞു. ആ സമയത്ത് പോലീസുകാരെ നേരെ ദേവമംഗലത്തേക്ക് ചെല്ലുവാണ്. അവിടെ മിത്ര ഉണ്ടായിരുന്നു. മിത്ര പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത്. അതിനകത്തുനിന്ന് പോലീസുകാരിറങ്ങി. അപ്പോഴേക്കും ഗോമതിയാണ് വന്ന് കഥ തുറക്കുന്നത്. പോലീസുകാരെ കണ്ടിഞ്ഞപ്പോൾ ഗോമതി ഒരു നിമിഷം അമ്പരന്ന് പോയി. എന്താ ഏതൊക്കെ കാര്യമെന്നൊന്നും അറിയത്തില്ലോ. അങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എന്താ മേഡം, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഇത് ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ വീടല്ലേന്ന് ചോദിച്ചു. അതെ. നിങ്ങളാരാ? ഞാൻ ബാലന്റെ ഭാര്യ ഗോമതിയാന്ന് പറഞ്ഞു. ഓ, അപ്പം നിങ്ങളാണല്ലേ ആ താരം. അതെ, നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? അതൊക്കെ ചെന്നിട്ട് പറയാം. നിങ്ങളുടെ മരുമകള് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടിയെ ശ്രീധനത്തിന്റെ പേരിൽ. അയ്യോ മാഡം, ഞാൻ ശ്രീധനത്തിന്റെ പേരിൽ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചോദിക്കാം. നിങ്ങളുടെ ഭർത്താവ് എവിടെയാന്ന് ചോദിച്ചു. ഭർത്താവും മകനൊക്കെ അവർ കടയില. നിങ്ങളെങ്കിൽ വന്ന് ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും മിത്ര ഓടി വന്നിട്ട് പറഞ്ഞു, മാഡം കൊണ്ടുപോകരുത്, എൻ്റെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ മരുമോളാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ എങ്കിലേ ഞങ്ങൾക്കൊരു പരാതി ഇട്ടുണ്ട്, ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്നും പറഞ്ഞിട്ട് ഗോമതിയെ പിടിച്ച് കയറ്റാൻ ഗോമതി പറഞ്ഞു, മാഡം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്, പറയുന്ന അങ്ങ് കേൾക്ക്, അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഗോമതിയെ ജീപ്പിനകത്തേക്ക് കയറ്റി. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് നേരെ ജീപ്പ് പോകുന്ന കടയിലേക്കാണ് പോകുന്നത്. ജീപ്പ് അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടൻ പറഞ്ഞു, എടാ ബാല, ഇതെന്താ പോലീസ് ജീപ്പ് ഉള്ളൂന്ന് പറഞ്ഞു. ഗോമതി അതിനകത്തുണ്ടല്ലോ. അപ്പോഴേക്കും ബാലൻ ഒരു നിമിഷം അമ്പരന്ന് പോയി. കടയിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇതിനാരാ ബാലനെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാമേട്ടൻ ബാലനെ ചൂണ്ടിക്കാണിക്കണം. എന്താ സാറേ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട്. അല്ല എന്താ മാഡം, കാര്യം എന്താ? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. നിങ്ങൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരാതിയോ? അതെ, നിങ്ങളുടെ മരുമകളെ നിങ്ങൾ ശ്രീധനത്തിന്റെ പേരിൽ വീട്ടിലൊന്ന് പീഡിപ്പിച്ചെന്നൊക്കെ കേട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാമേട്ടൻ പറഞ്ഞു, അയ്യോ മാഡം, അങ്ങനെയൊന്നും ഇല്ല, അതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക. നിങ്ങൾ ആരാ? അത് ഞാൻ കടയിലെ തൊഴിലാളികളാ, വർഷങ്ങളായിട്ട് എനിക്ക് ബാലനെ അറിയാവുന്ന. ബാലന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നീട് നിങ്ങളുടെ മകൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദും കൂടെ വന്നു. ആനന്ദിനെ ബാലനെയും കൂടെ പോലീസ് ജീപ്പിലേക്ക് കൂടെ കയറ്റുമ്പോഴത്തേനും ഗോമതി അതിനകത്ത് ഇരിക്കുന്നുണ്ടു. ആനന്ദിനും ബാലനും ഒന്നും സഹിച്ചില്ല. ആ സമയത്ത് രാമേട്ടനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ജീപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ ആര്യനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. എടാ ആര്യ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ആര്യനും ആകാശം എല്ലാവരും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയത്ത് ഗോമതിക്കാണ് വല്ലാത്തൊരു ഭയമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അങ്ങനെ പോകുന്ന വഴിക്ക് എസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ മരുമകളുടെ വീട്ടുകാരോടൊന്ന് പരാതി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, മേഡം അവര് പറയുന്നൊന്നും സത്യമല്ല, മാഡത്തിനൊന്ന് അന്വേഷിച്ച് നോക്കി അറിയാം എന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യണം. ആനന്ദിനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വീട്ടിൽ കൊണ്ടേ വിട്ടോന്ന് ചോദിച്ചു. അത് മാഡം, ഞാൻ അവർക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചോന്ന് ഒക്കെ ചോദിച്ചിങ്ങനെ ചോദ്യം ചെയ്യണം. ബാലും ഗോമതിയൊക്കെ സത്യങ്ങൾ വെളിപ്പെടുത്താനായിട്ട് ഒരുങ്ങുവാണ്. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയണമല്ലോ. അങ്ങനെ ഒടുവിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒടുവിൽ ചക്കിന് വെച്ചത് കൊണ്ടെന്ന് പറഞ്ഞാലെ ശ്രീകലിക്ക് തന്നെ ചിലപ്പോൾ പണി കിട്ടാൻ വഴിയുണ്ട്. അപ്പൊ അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.